നമസ്കാരം. ഞാൻ മിഥുന, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് അറ്റ് ഉണ്ണ മൈൻഡ് ആൻഡ് ബിഹേവിയർ സെന്റർ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിനെ കുറിച്ചിട്ടാണ്. സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ അവരെങ്ങനെയാന്ന് വെച്ചാൽ അവരെപ്പോഴും ഫാമിലിയിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഒക്കെ ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളായിരിക്കും. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ കുറിച്ച് നമ്മൾ മുന്നും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഓരോ പേഴ്സണാലിറ്റി ഡിസോർഡർ അതെന്താണ്, അതിൽ കാണുന്ന ട്രെയ്റ്റ്സ് എന്താണ്, അതിന്റെ കാരണം എന്താണ്, ട്രീറ്റ്മെന്റ് എങ്ങനെയാണ്, ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് നമ്മൾ സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ട്രീറ്റ്സ് എന്തൊക്കെയാണ് അതിൽ അവർ കാണിക്കുന്നത്, അതുപോലെ അതിന്റെ കോഴ്സ്, ലിമിറ്റേഷൻ കാര്യങ്ങളൊക്കെയാണ് സംസാരിക്കുന്നത്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനെ മുഴുവനായിട്ടും 3 ക്ലസ്റ്റേഴ്സ് ആക്കി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ 3 ക്ലസ്റ്റേഴ്സിൽ ക്ലസ്റ്റർ എയിൽ വരുന്ന ഡിസോർഡർ ആണ് സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അതുപോലെ ബിയും സിയും ഒക്കെ ഉണ്ട്. എ എന്ന് പറയുമ്പോൾ അതിൽ സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ, സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡറും പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറും ആണ് വരുന്നത്. അതായത് വളരെ ഓഡ് ആയിട്ടുള്ള എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണ് ഈ ഒരു ഗ്രൂപ്പിൽ. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ സിമിലാരിറ്റി ബേസ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ സ്കീസോയിഡ് പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ അവർ ആഗ്രഹിക്കുന്നില്ല ആ ഒരു ബന്ധങ്ങൾ വേണം അല്ലെങ്കിൽ ആളുകളുടെ കൂടെ ഇരിക്കണം എന്നുള്ളത് അവർ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ ട്രെയ്റ്റ്സ് ഒക്കെ തന്നെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവാം. പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ ട്രെയ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പൊ മുഴുവൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എടുത്താലും ഏതെങ്കിലുമൊക്കെ ട്രെയ്റ്റ്സ് നമുക്ക് എല്ലാവരിലും ഒക്കെ കാണാൻ പറ്റും. പക്ഷെ അതൊരു ഡിസോർഡർ ആവുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ ഒരു സിവിയോറിറ്റിയിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ആ ട്രെയ്റ്റ്സ് കാരണം നമുക്ക് ദൈനംദിന ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവുന്നു, സമൂഹത്തിന് ഒരു ബുദ്ധിമുട്ടായി മാറുമ്പോഴാണ് അതൊരു ഡിസോർഡർ അല്ലെങ്കിൽ നമ്മളത് ട്രീറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ലെവലിലേക്ക് എത്തുന്നത്. ആൻഡ് സ്കിസോയിഡ് പേഴ്സണാലിറ്റിയിൽ അവർ ആഗ്രഹിക്കുന്നില്ല ഇതൊന്നും തന്നെ, അല്ലെങ്കിൽ തനിക്ക് ഫ്രണ്ട്സ് ഇല്ല, ഫാമിലി ഇല്ല എന്നുള്ളൊരു പരാതിയൊന്നും അവർ ഉന്നയിക്കുന്നില്ല. വളരെ മിനിമൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം സന്തോഷം കണ്ടെത്തുന്ന കൂട്ടരാണ് ഈ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ. അതുപോലെ തന്നെ ഒരു ഇമോഷണൽ കോൾനെസ് നമുക്ക് കാണാൻ പറ്റും. ഇമോഷണൽ കോൾനെസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വികാരങ്ങളൊന്നുമില്ല, ഒരു സന്തോഷവും ഇല്ല, സങ്കടവും ഇല്ല, ദേഷ്യവും ഇല്ല, ഒന്നും ഇല്ലാത്ത രീതിയിൽ ഈവൻ മറ്റുള്ളവർ എന്ത് ചെയ്താലും അതിനെ ഒരു ന്യൂട്രൽ ആയിട്ടുള്ള രീതിയിൽ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ. ഒരു ഇമോഷണൽ നംനെസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അവർക്ക് അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അവരുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതിനെ ഇപ്പോൾ ഈവൻ ഒരു ഫ്രണ്ട് വന്നിട്ട് അവരുടെ പ്രശ്നം പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്സെറ്റ് ആണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് അതിലൊന്നും തോന്നുന്നില്ല, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളൊരു തോട്ട് ഈ സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾക്ക് തോന്നുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് അതേപോലെ തന്നെ അവർക്ക് സെക്ഷൽ ഡിസയർ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ് അതിൽ ചെയ്യേണ്ട അതിലുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ലൈഫിൽ ഒരു പേർപ്പസ് കാണുക, ഒരു ചെയ്യുന്ന കാര്യത്തിൽ ഒരു അർത്ഥമുണ്ട് എന്നുള്ളതൊന്നും അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നതല്ല. മറ്റുള്ളവരെ ഏത് രീതിയിൽ അവരെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഈവൻ ഒരു അപ്രിസിയേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു ക്രിറ്റിസിസം ആണെന്നുണ്ടെങ്കിലും അതൊന്നും അവരെ എങ്ങനെയും ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനോടൊന്നും റിയാക്ട് ചെയ്യുന്നില്ല. ഒരു ഇമോഷണൽ നംനെസ് ഇത്തരം വ്യക്തികളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ സ്കീസോയിഡ് പേഴ്സണാലിറ്റിയും സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റിയും രണ്ടും രണ്ടാണ്. സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റി, സ്കീസോഫ്രീനിയ ഇതൊക്കെ തന്നെ ഡിഫറെന്റ് ആണ്. സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റിയിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയാന്ന് വെച്ചാൽ ഇതേപോലെ ഓടായിട്ടുള്ള ഒരു എക്സെൻട്രിക് ആയിട്ടുള്ള ബിഹേവിയർ നമുക്ക് കാണാൻ പറ്റുമെങ്കിലും അവിടെ കുറച്ചുകൂടെ ഒരു മാജിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ എനിക്ക് സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട് അല്ലെങ്കിൽ ഒരു സൂപ്പർസ്റ്റിഷണൽ ബിലീഫ്സ്, ഇതൊക്കെ വളരെ ഒരു റിജിഡ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് പാറ്റേൺ അല്ലെങ്കിൽ ചിന്തകൾ നമുക്ക് അവരിൽ കാണാം. വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള വിശ്വാസങ്ങളും ചിന്തകളും ഈ സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അത് മാറുന്നില്ല. അത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഒക്കെ തന്നെ കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻസ് കാരണമാണ് കൂടുതലും ഉണ്ടാകുന്നത്. അവരുടെ ചിന്ത അല്ലെങ്കിൽ അവരുടെ പാസ്റ്റും ഒക്കെയാണ് അതിന് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് മാറ്റം കൊണ്ടുവരിക എന്നുള്ളത് ബുദ്ധിമുട്ടായിരുന്നു. സ്കീസോഫ്രീനിയയിലേക്ക് വരുമ്പോൾ ഡിഫറെന്റ് ആണ്. സ്കീസോഫ്രീനിയയിൽ എന്ന് പറയുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും, പ്രോപ്പറായിട്ട് അവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ, സോഷ്യൽ ഇന്ററാക്ഷന് ബുദ്ധിമുട്ടുണ്ടാവും. അതായത് കുറച്ചുകൂടെ സൈക്കോസിസ് എന്നുള്ള ഒരു സ്റ്റേജിൽ ഹാലൂസിനേഷൻസ് ഉണ്ടാവാം, ഡെലൂഷൻസ് ഉണ്ടാവാം, സന്തോഷിക്കാൻ പറ്റുന്നില്ല, അനഡോണിയ എന്നുള്ളൊരു കണ്ടീഷൻ, അപ്പതി, ഇതൊക്കെ തന്നെ സ്കീസോഫ്രീനിയയിൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇതിൽ നിന്നെല്ലാം ഡിഫറെന്റ് ആണ് സ്കീസോയിഡ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സ്കീസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിന്റെ കോസസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല കാരണങ്ങളും ഉണ്ട്. മെയിൻലി ജനറ്റിക്സ് ഒരു റീസൺ ആണ്. പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലൊക്കെ തന്നെ ജനറ്റിക്സിന് വലിയൊരു റോൾ ഉണ്ട്. അതായത് തലമുറകളായിട്ട് ഹെറിഡിറ്ററി ആയിട്ട്, അതായത് ഫാമിലിയിൽ മറ്റാർക്കെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ
അത് വരും തലമുറയ്ക്ക് കൈമാറി വരിക എന്നുള്ളൊരു ടെൻഡൻസി അവിടെ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് അതേപോലെ ന്യൂറോ ബയോളജിക്കൽ ഫാക്ടേഴ്സ്, ബ്രെയിനിലുള്ള ചില ഭാഗങ്ങളുടെ കൂടുതലായിട്ടുള്ള ഫങ്ഷനിങ്, അല്ലെങ്കിൽ ചില ഭാഗങ്ങളുടെ ഫങ്ഷൻ കുറയുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ഇമോഷൻസ് ഒക്കെ മനസ്സിലാക്കുന്ന ആ ഒരു റീജിയൻ, അമിഗ്ഡാല പോലുള്ള റീജിയൻസിന്റെ ഒക്കെ ഫങ്ഷനിങ് കുറയുന്നത്, അതുപോലെ ബ്രെയിനിലുള്ള കെമിക്കൽസിൽ വരുന്ന ഇംബാലൻസ് ഒക്കെ തന്നെ ഇതിനൊരു കാരണമാവുന്നുണ്ട്. പാരന്റിങ് സ്റ്റൈൽ, പാരന്റ്സുമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ്, ആ ഒരു അറ്റാച്ച്മെന്റ് സ്റ്റൈൽ ആൻഷ്യസ് അറ്റാച്ച്മെന്റ് ആണോ, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാണോ, പാരന്റ്സ് കുട്ടികളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഇതിനെ ബാധിക്കുന്നുണ്ട്. അതുപോലെ ചെറിയ പ്രായത്തിൽ ഉണ്ടാവുന്ന ട്രോമകൾ, അബ്യൂസ്, ഏതെങ്കിലും രീതിയിലുള്ള സെക്ഷൽ ആയിട്ടോ ഇമോഷണൽ നെഗ്ലെക്ട്, അല്ലെങ്കിൽ ഫിസിക്കൽ ആയിട്ടുള്ള അബ്യൂസുകൾ, മെന്റലി ഡ്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്ത് വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഒരു പേഴ്സണാലിറ്റിയിൽ തന്നെ നമ്മളുടെ ഇപ്പോൾ ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള കുറച്ച് കേസ്, ഇപ്പൊ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിലേക്ക് പോവോ എന്നുള്ളത് ചില കേസിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ആ ഒരു ഇൻട്രോവേർട്ടഡ്നെസ് അവരെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യും. അതുപോലെ കൾച്ചറിൽ ഇപ്പൊ നമ്മളുടെ ഒരു കൾച്ചർ എങ്ങനെയാണ് ഇതുപോലെയുള്ള സോഷ്യൽ ഇന്ററാക്ഷൻ അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ എൻകറേജ് ചെയ്യാത്ത ഒരു കൾച്ചറിലാണ് നമ്മൾ വളർന്നു വരുന്നതെന്നുണ്ടെങ്കിൽ അത് ഇത്തരം ഡിസോർഡറിലേക്ക് വഴിതിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. കോമോബിഡിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒത്തിരി ട്രേറ്റ്സ് ഓവർലാപ്പ് ചെയ്യും. പാരനോയിഡ് പേഴ്സണാലിറ്റിയും സ്കീസോടൈപ്പൽ പേഴ്സണാലിറ്റിയും ഒക്കെ തന്നെ ക്ലസ്റ്റർ എയിൽ വരുന്നതുകൊണ്ട് ഇതിന്റെയൊക്കെ ട്രേറ്റ്സ് ഓവർലാപ്പ് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. അവോയ്ഡന്റ് പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് എല്ലാ കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഇപ്പോ ഈവൻ ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും വ്യക്തികളെ ആണെന്നുണ്ടെങ്കിലും അവരതിനെ അവോയ്ഡ് ചെയ്തു പോകും. അത് പല കാരണങ്ങളും കൊണ്ടായിരിക്കാം. ഇപ്പൊ ചിലപ്പോ ഒരു സോഷ്യൽ ആൻസൈറ്റി ഉള്ള വ്യക്തി അതിനെ അവോയ്ഡ് ചെയ്തു പോകും. സോ ഇത് എന്തുകൊണ്ടാണ് അവര് ഇഷ്ടപ്പെടാത്തത്, അല്ലെങ്കിൽ അവർക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റ് ഇല്ലേ, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടും എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ കാരണം അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്തതാണോ എന്നുള്ളത് കൃത്യമായിട്ടും ഡയഗ്നോസ് ചെയ്ത് അതിനെ തിരുത്തി കൊണ്ടുവരിക എന്നുള്ളത് അത്യാവശ്യമാണ്. സോ ഈ ഒരു കോമോബിഡിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളത് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് ഇതിൽ കുറെ ലിമിറ്റേഷൻസും ഉണ്ട്. പെട്ടെന്ന് നമുക്കൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ മറ്റ് ഡിസോർഡേഴ്സ് പോലെ ആൻസൈറ്റി, ഡിപ്രഷൻ പോലെ മെഡിക്കേഷൻ വർക്ക് ആവുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. സോ കൂടുതലും നമ്മൾ സൈക്കോതെറാപ്പീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതിൽ തന്നെ വലിയ ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്യാൻ പറ്റും. ഇവർക്ക് ഒന്നാമത് ഇൻസൈറ്റ് ഉണ്ടാവില്ല. ഈ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികൾക്ക് അവരുടെ ഒരു പ്രശ്നമാണ് ഇപ്പൊ ഐസൊലേഷൻ എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. സോ ഐസൊലേഷൻ ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ഞാൻ ഐസൊലേറ്റഡ് ആവുന്നതോടുകൂടി എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരുന്നു എന്നുള്ളത് അവർക്ക് ആ ഒരു ഇൻസൈറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ തങ്ങളുടെ പ്രശ്നമാണ് ഇത്, ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് അവർ റിയലൈസ് ചെയ്യുന്നില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ വളരെ റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ എക്സ്പ്ലോറേഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ തെറാപ്പിസ്റ്റുമായിട്ടാണെന്നുണ്ടെങ്കിലും അവർ അവരുടെ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അവിടെ ഒരു ഇമോഷണലി ഇതെന്റെ ഒരു പ്രശ്നമാണ് എന്നുള്ളത് അവർക്ക് അറിയുന്ന സമയത്താണ് അത് ട്രീറ്റ് ചെയ്യേണ്ടതാണ് എന്നുള്ളൊരു ആവശ്യകത വരുന്നത്. അവർ ഒന്നും ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന ഇപ്പൊ എന്താ, ഫ്രണ്ട്സ് ഇല്ലെങ്കിൽ ഇപ്പൊ എന്താ, ജോബിന് പോയില്ലെങ്കിൽ ഇപ്പൊ എന്താ എന്നുള്ള ഒരു ചിന്താഗതി അവരിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഈ തെറാപ്പിസ്റ്റിന് റാപ്പോ ബിൽഡ് ചെയ്യുക. അപ്പം ഒരു തെറാപ്പിസ്റ്റും ക്ലയന്റും ആയിട്ടുള്ള ഒരു ബോണ്ട് ആദ്യം ഡെവലപ്പ് ആവണം, അല്ലെങ്കിൽ അവരുമായിട്ട് നല്ല രീതിയിൽ നിന്നാലേ അവർക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുന്നുള്ളൂ. സോ ആ ഒരു റാപ്പോ ബിൽഡ് ചെയ്യുക എന്നുള്ളത് തെറാപ്പിസ്റ്റ് ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുമാണ്. അങ്ങനെ പല കാര്യങ്ങളും അവരത് നോർമലൈസ് ചെയ്തു പോകും. ഇപ്പൊ ഐസൊലേഷൻ ആണെന്നുണ്ടെങ്കിലും മറ്റു കാര്യങ്ങളിലേക്കുള്ള ഡിസയർ ആണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇപ്പൊ സോഷ്യൽ ഇന്ററാക്ഷൻ ആണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ അതില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവരതിനെ നോർമലൈസ് ചെയ്തു പോകും. വേറൊരു ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഫീൽഡിലുള്ള സ്റ്റഡീസിന്റെ കുറവാണ്. അതായത് റിസർച്ച് അല്ലെങ്കിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് മാത്രമേ ഈ ഒരു ഫീൽഡിൽ ഉണ്ടായിട്ടുള്ളൂ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് എടുക്കുന്ന സൈക്കോതെറാപ്പി എന്ന് പറയുന്നതും ഒരു എക്ലക്റ്റിക് അപ്രോച്ച് ആണ് എടുക്കുന്നത്. ഇന്ന തെറാപ്പി ഇപ്പൊ CBT മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതില്ല. ഒരു എക്ലക്റ്റിക് ആയിട്ട് CBT, അതേപോലെ സപ്പോർട്ടീവ് തെറാപ്പി നമ്മൾ കൊടുക്കും, ഗ്രൂപ്പ് തെറാപ്പി കൊടുക്കും, ഗ്രൂപ്പുമായിട്ട് ഇൻവോൾവ് ആവാൻ, പ്രാക്ടിക്കലി എങ്ങനെ ഏത് സമയത്ത് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഏത് സിറ്റുവേഷൻ അനുസരിച്ച് പെരുമാറണം, സംസാരിക്കണം എന്നുള്ളത് നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും. ആൻഡ് സോഷ്യൽ സ്കിൽസ് ട്രെയിനിങ് കൊടുക്കും. അങ്ങനെ ഇന്ന തെറാപ്പി എന്നുള്ളതിനേക്കാളും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിനൊക്കെ ഒരു എക്ലക്റ്റിക് ആയിട്ടുള്ള അപ്രോച്ച് ആണ് എടുക്കുന്നത്. ഒരു ടൈലേർഡ് അപ്രോച്ച് എന്ന് പറയും. ടൈലേർഡ് അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോ ലൈക് സോഷ്യൽ ഇന്ററാക്ഷൻ എന്നുള്ളതിനേക്കാളും നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യുന്ന അവരുടെ ഗോൾസിലായിരിക്കും. ഇപ്പൊ ഒരു ജോബ്, അപ്പൊ ജോബിൽ ഫോക്കസ് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അവരുടെ ബാക്കിയുള്ള പ്രശ്നങ്ങളും കൂടെ മാറുന്ന രീതിയിൽ
ചെയ്തു കൊടുക്കുക എന്നുള്ള, ഈവൻ ദോ അവർക്ക് ഇൻസൈറ്റ് ഇല്ലെങ്കിലും നമ്മളായിട്ട് ആ ഒരു മെത്തേഡ് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ആൻഡ് മെഡിക്കേഷൻസിന് കുറഞ്ഞ റോളേ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സിലുള്ളൂ. ഇപ്പൊ ഈ പേഴ്സണാലിറ്റി പ്രശ്നങ്ങളുടെ കൂടെ വേറെ ഏതെങ്കിലും രീതിയിൽ ആൻസൈറ്റിയോ ഡിപ്രഷനോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഡിക്കേഷൻസ് നമുക്കിത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. മുഴുവനായിട്ടും ആ ട്രേറ്റ്സ് ഒന്നും തന്നെ മാറാൻ പറ്റില്ല, ചില സിവിയർ കേസസിന് മാറാൻ പറ്റിയില്ലെങ്കിലും വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെഡിക്കേഷൻ ആൻഡ് സൈക്കോതെറാപ്പി നമുക്കിത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. താങ്ക് യു സോ മച്ച്.